നമസ്കാരം, ന്യൂസ് 1 TV വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യം പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് വിപ്ലവത്തിന് തയ്യാറെടുക്കുകയാണെന്ന് അഖിലേന്ത്യാ പ്ലാസ്റ്റിക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ഹാരിൻ സാങ്വി പറഞ്ഞു. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആലുവയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകം മുഴുവൻ പ്ലാസ്റ്റിക്കിന്റെ പുനഃചക്രമണം ഒരു വെല്ലുവിളിയായി നിൽക്കുമ്പോൾ കേരളത്തിലെ റീസൈക്ലിംഗ് യൂണിറ്റുകൾ രാജ്യത്തിന് മുഴുവൻ അഭിമാനമാകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. റീസൈക്ലിംഗ് രംഗത്തെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രദർശനം അടുത്ത മാസം ഡൽഹിയിൽ നടക്കുന്നതിന്റെ കേരളത്തിലെ പ്രചരണ പരിപാടികളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം അദ്ദേഹം നിർവഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സിയാദ് അലി അധ്യക്ഷത വഹിച്ചു. പ്ലാസ്റ്റിക് നിർമ്മാണ റീസൈക്ലിംഗ് രംഗത്തെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ജി സുരേഷ് കുമാർ, പി ജെ മാത്യു, ജെ സുനിൽ, എം അസീഫ് തിരുവനന്തപുരം, പി റസാഖ് കോഴിക്കോട്, കെ മുഹമ്മദ് അനീഷ്, ടി വി എൽദോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വ്യാജ ബില്ലുകളുടെ ഉപയോഗം തടയാൻ നിയമ നടപടികൾ സ്വീകരിക്കാൻ സമ്മേളനം പ്രമേയം പാസാക്കി. പുതിയ സംസ്ഥാന ഭാരവാഹികളായി ടി വി എൽദോസ് രക്ഷാധികാരി, സിയാദ് അലി പെരുമ്പാവൂർ പ്രസിഡന്റ്, അനീഷ് മുഹമ്മദ് ജനറൽ സെക്രട്ടറി, തോംസൺ സക്കറിയ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. काफ़ी प्रोसेसिंग एड एंड जैसे आप मॉइस्चर पाउडर यूज़ करते हैं तो वो भी वहाँ पे मिलेंगे आपको मैन्युफैक्चरर्स. सर्टिफिकेशन एजेंसीज मिलेगी जो आपको ईपीआर रजिस्ट्रेशन वगैरह में कहीं कॉम्प्लिकेशन आता हो या ईयरली फाइलिंग में कुछ इश्यू आता हो तो वहाँ पे आपको हेल्प मिलेगा. को प्रोसेसर्स एंड एंड ऑफ लाइफ सॉल्यूशन प्रोवाइडर्स मिलेंगे. बैक टू ऑयल वाले भी मैन्युफैक्चरर्स मिलेंगे. सीमेंट मैन्युफैक्चरर कंपनीज भी मिलेगी. रोड इंफ्रास्ट्रक्चर एजेंसीज भी मिलेगी जिसमें प्लास्टिक्स टू रोड वगैरह कन्वर्जन होता है. तो वी हैव ट्राइड टू कवर ऑल द सेक्टर्स ऑफ प्लास्टिक इंडस्ट्री इन फॉर्म ऑफ रिसाइकलिंग. आपने रिसाइकलिंग का डेफिनेशन तो देखा होगा इन द प्लास्टिक वेस्ट मैनेजमेंट रूल्स. It covers all the sectors of recycling, whether it is plastic to fuel or plastic to wood or plastic to road construction or plastic to even cement cleaner. Next. GCPRS में आपको क्या देखना मिलेगा? एक तो रिसाइकलिंग टेक्नोलॉजीज देखने को मिलेगी, दूसरा सस्टेनेबल ऑल्टरनेटिव्स आपको देखने मिलेगी और तीसरा वेस्ट मैनेजमेंट एफिशिएंसी, एफिशिएंट वेस्ट मैनेजमेंट सिस्टम्स देखने मिलेगी. सो जो भी आएंगे उनको रिसाइकलिंग के ऊपर ही कंप्लीट സർക്കുലർ ഇക്കോണമി के ऊपर ही हम लोग का कंसंट्रेशन है. നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾ സർക്കാരിൻ്റെയും മറ്റും മുൻപിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ദൃഢമായ നിശ്ചയത്തിൻ്റെ പുറത്ത് നാം കേരളത്തിലൊട്ടാകെ ഉള്ള റീസൈക്കിൾ ചെയ്യുന്ന ആളുകളെ ഒരു കൂട്ടായ്മയായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ അഥവാ PRI എന്ന് പറയുന്ന ഈ സംഘടന രൂപീകരിക്കുകയുണ്ടായത്. അതിന്റെ ഫലമായിക്കൊണ്ട് നിങ്ങൾക്കറിയാം, അന്ന് GSTയുടെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് അതായത് നമ്മുടെ ഈ പാഴ്വസ്തുവിന് ഏർപ്പെടുത്തിയ 18% GSTക്കെതിരെ ആദ്യമായി ഹൈക്കോടതിയിൽ പോയ ഒരു സംഘടന നമ്മളാണ്. അതിന്റെ ഫലം കാണുകയും തുടർന്ന് അത് വീണ്ടും 5% 2 കൊല്ലത്തോളം 5% പിന്നീട് വീണ്ടും അത് ഇപ്പൊ 18% തന്നെ തിരിച്ചു പോയി. എന്നിരുന്നാലും ആ ഒരു ദൃഢനിശ്ചയവും അതിൽ നിന്ന് കിട്ടിയ ഒരു മൈലേജുമാണ് നമ്മുടെ മുന്നേ നടത്തിച്ചത്. തുടർന്ന് നമ്മൾ നടത്തിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കറിയാം. പല പല രീതിയിലുള്ള കേരളത്തിന് റീസൈക്ലിംഗ് ഇല്ലാതെ ഇപ്പൊ ഹൈക്കോടതി തന്നെ ഹരിത ട്രൈബ്യൂണലിൽ 230 കോടി രൂപ കേരളത്തിന് ഫൈൻ അടിച്ചിരിക്കുകയാണ് തമിഴ്നാട് ഹരിത ട്രൈബ്യൂണൽ. കാരണം ഇവിടുന്ന് മാലിന്യം കൊണ്ടുപോയി തമിഴ്നാട്ടിൽ അതിനെ സംസ്കരിക്കാത്ത രീതിയിൽ അതിനെ അൺലോഡ് ചെയ്ത് മറ്റുള്ള ജനവാസ മേഖലയിലെല്ലാം അൺലോഡ് ചെയ്തു എന്നുള്ള ആരോപണത്തിൽ 230 കോടി രൂപയാണ് കേരളത്തിന് ഫൈനായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ പ്രസക്തി വരുന്നത്. അപ്പൊ ഹൈക്കോടതി ചോദിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള അതോറിറ്റീസ് ചോദിക്കുന്നു, എവിടെയാണ് നിങ്ങൾ റീസൈക്കിൾ ചെയ്യുന്നത്? കേരളത്തിൽ ഇത്ര മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നു, അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു, അതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരവാണ് നമ്മൾ. ആകെ ഒരു ഉത്തരവേ ഉള്ളൂ. ഈ 130 പേരടങ്ങുന്ന ഈ കമ്പനികൾ ഇവിടെ റീസൈക്കിൾ ചെയ്യുന്നതിന്റെ തോത് എത്രയാണ്, അളവ് എത്രയാണ്, അത് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം നാം ചെയ്യുന്ന അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മളൊരു ബിസിനസ് മോഡാണ്. പക്ഷെ എന്നിരുന്നാലും ഇതിന്റെ ഒരു ജനകീയത അതല്ലെങ്കിൽ നാളെയുടെ തലമുറയ്ക്ക് വേണ്ടി നാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന തലമുറയ്ക്കായി കൂടി. അതുപോലെ ഈ ഗവൺമെന്റിനുള്ള ഉത്തരമായി നമ്മൾ നിലനിൽക്കുകയാണ്. ഹൈക്കോടതിയിൽ പോയിക്കോട്ടെ, സുപ്രീം കോടതിയിൽ പോയിക്കോട്ടെ, എവിടെയും ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. കേരളത്തിൽ റീസൈക്ലിംഗ് നടക്കുന്നുണ്ട്. എവിടെയാണ്? ആ പ്ലാസ്റ്റിക് അസോസിയേഷൻ, റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ അസോസിയേഷനിൽ നോക്കൂ, 130 അംഗങ്ങളുണ്ട്. അവർ പ്രതിദിനം 200 ടണ്ണിലധികം ചെയ്യുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്, യഥാർത്ഥത്തിൽ ചെയ്യുന്നുണ്ട്. ഈ 2017 മുമ്പ് ഇങ്ങനൊരു ഡാറ്റ ഇല്ല, അത് അപ്പോഴും ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഡാറ്റ ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെയാണ്. ഈ കൂട്ടായ്മ ഉണ്ടായത് കൊണ്ടാണ് ആ ഡാറ്റ കിട്ടിയത്. ആ ഡാറ്റ കിട്ടിയപ്പോഴാണ് ഒളിച്ചിരുന്ന് നമ്മൾ വെളിയിലേക്ക് വന്നത്. ഇന്ന് നമുക്ക് പറയാം ഐ ആം പ്രൗഡ് ഓഫ് റീസൈക്ലർ, ഇല്ലേ? മുമ്പ് നമുക്ക് പറയാൻ കഴിയില്ലായിരുന്നു. വി ആർ റീസൈക്ലർ എന്ന് പറയാവുന്ന ഒരു പ്രൗഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടായ്മ തന്നെയാണ്.